രണ്ടാമത്തെ എപ്പിസോഡിൽ പീറ്ററിന് പഠിപ്പിന് കിട്ടിയ ട്രോഫീസും സർട്ടിഫിക്കറ്റ്സ് എല്ലാം കണ്ടിട്ട് നോർമൻ ഓസ്ബോൺ അവന്റെ കമ്പനിയോട്ടിൽ പെയ്ഡ് ഇന്റേൺഷിപ്പിനായിട്ട് വിളിക്കുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് ആൻമയ്ക്കും പീറ്ററിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു പെണ്ണിന്റെ ലോക്കർ ഒരു ക്യാമറ കൂടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ചെക്കനെ പിടിച്ചിട്ട് മതിൽ ഒട്ടിച്ച് വിടുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിലോട്ട് പോകുന്നു. സ്കൂളിൽ കഴിഞ്ഞതിന് ശേഷം അവന്റെ ക്രഷിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റഗ്ബി മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ക്രഷ് വന്നിട്ട് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ അവൻ നോർമൽ ജോലിയിടാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓഫീസിലോട്ട് പോകുന്നു. അവിടെ നിന്ന് ഒരു ID കാർഡ് കൊടുക്കുന്നു. അങ്ങനെ ഉള്ള പോയപ്പോഴാണ് അവന്റെ എല്ലാ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് റോബോട്ടിക്സിലാണ് താല്പര്യമെങ്കിലും ആ റോബോട്ടിക്സ് അവന് കിട്ടത്തില്ല. അവന് കിട്ടുന്നത് സെൽഫ് സസ്റ്റെയിൻ ബാറ്ററി കണ്ടുപിടിക്കാനാണ്. അതിനായിട്ട് ഡോക്ടർ കോണേഴ്സിന് അവൻ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഡോക്ടർ കോണേഴ്സ് ആയിട്ട് ഒരു കോൺവെർസേഷൻ നടക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, ഓൾറെഡി ടോണി സ്റ്റാർക്കിന്റെ കയ്യിലുള്ളതല്ലേ ആർക്ക് റിയാക്ടർ, അതുപോലെ എന്തിനാ പിന്നെ ഉണ്ടാക്കുന്നത്? അത് ഓൺലി ടോണി സ്റ്റാർക്കിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, കാരണം അവൻ പേറ്റന്റ് കൈവച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കലാണ് നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ടിവിയിൽ കാണിക്കുന്നു ഒരു ബിൽഡിംഗ് കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പീറ്റർ പറയുന്നത്, എനിക്ക് പെട്ടെന്ന് പോകണം, ഒരു അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മെല്ലെ പോകുന്നു. അങ്ങനെ പോയിട്ട് അവിടെ അതായത് ഒരു ബിൽഡിംഗ് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബോസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് അങ്ങനെ അവനോട് ഫൈറ്റ് ചെയ്യുന്നു. എത്രയൊക്കെ പറ്റിയിട്ട് അവനോട് പറ്റുന്നില്ല. അങ്ങനെ ഒരു മീൻ ഷർട്ട് എടുത്ത് അവന്റെ തലക്കടിച്ചിട്ട് വെള്ളം മൊത്തൊഴിച്ചിട്ട് അങ്ങനെ അവനെ തോൽപ്പിച്ച് തിരിച്ച് ഓഫീസിലോട്ട് വരുന്നു. അപ്പൊ അവിടെ ഇരുന്ന ഹെഡ് അവൻ ആകെ ചീത്ത വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ സെക്യൂരിറ്റി വന്നിട്ട് അവനെ വിളിക്കുന്നു. സെക്യൂരിറ്റി വന്നിട്ട് നോർമൻ ഓസ്ബോണിനെ കാണാൻ പറയും. അങ്ങനെ അവൻ നോർമൻ ഓസ്ബോൺ അടുത്ത് പോകുമ്പോഴാണ് പറയുന്നത്, നീയാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം നോർമൻ ഓസ്ബോൺ മനസ്സിലായിട്ടുണ്ട്.